ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് പോകണം കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ നോമ്പുതുറൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വൈകുന്നേരത്തെ. അപ്പം മക്കളെ, നമുക്ക് ഈ ഒരു സാധനത്തിന് ഭയങ്കര പൂതിയാണ് കേട്ടോ. കുറേ ദിവസം കൂടുമ്പോൾ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു പൊറുതിയേടാണ്. അപ്പോൾ അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു കപ്പ. അപ്പോൾ ഞാനിതിന് പൂളാന്ന് കേട്ടോ കൂടുതൽ പറയാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിയൊക്കെ ഒന്നുകൊണ്ട് കളഞ്ഞെടുക്കാം. അപ്പോൾ അതിനായിട്ട് തൊലി കളയാൻ എളുപ്പമാണ് കേട്ടോ. അതുപോലെ കഷ്ണാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ട് തൊലി വലിച്ചെടുത്താൽ തന്നെ പോരും. അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചെടുത്തുങ്ങാണ്ട് ഞാനിതാ തൊലിയൊക്കെ തന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 4 കഷ്ണം ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് ഇന്ന് അപ്പോൾ എടുത്തുങ്ങാണ്ട് ഒക്കെ ഇക്ക് തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടുകാണ്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിക്കണം. അപ്പോൾ അതിക്കാണെന്ന് ഈ പൂള വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും നല്ല ടേസ്റ്റാണല്ലോ ഈ കപ്പ ഇതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണി എന്നൊക്കെ പറയുമല്ലോ അല്ലേ. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ കേട്ടോ, അടിപൊളിയാണ്. ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കപ്പ എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമാണ്. ഇതൊറ്റക്ക് വേവിച്ചിട്ട് നമുക്ക് കടുകൊക്കെ പൊടിച്ച് വറ്റൽമുളകൊക്കെ പൊടിച്ചുണ്ടാക്കുമല്ലോ, അങ്ങനെയും ചെയ്യാം. പിന്നെ അതുപോലെ തേങ്ങ ചിരകിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ബീഫിലാണെങ്കിലും അതുപോലെ ചിക്കനിലാണെങ്കിലും കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കപ്പ ഇട്ടുങ്ങാണ്ട് ബിരിയാണി ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ ഓഫാക്കട്ടെ. അപ്പോൾ ചിക്കന് വേവിച്ചിട്ടില്ലല്ലോ, അപ്പോൾ വേവുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിക്ക് നമ്മൾ കൂടുതൽ മസാലകളൊന്നും ഇടരുത്. അപ്പോൾ നമ്മൾ ഈ പൂളൊക്കെ കഴിക്കുന്ന സമയത്ത് കുത്തുള്ളൂ. അപ്പോൾ കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാതും കുറേശ്ശെ ഇട്ടുകാണ്ട് വെച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ പാകത്തിനുള്ള വെള്ളവും ആവണം കേട്ടോ. വെള്ളം ഏറിയിട്ടുണ്ടെങ്കിൽ നന്നായി കിട്ടൂല. അപ്പം നമുക്കിന്ന് ഉണ്ടാക്കുന്നത് ഉന്നക്കായാണ്. അപ്പം വിചാരിച്ച് എണ്ണയിൽ നിന്നുള്ള കടിയൊന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ട് 2 ദിവസം അതുപോലെ ഒന്ന് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പഴം എടുത്തുകാണ്ട് നമ്മളിത് കട്ട് ചെയ്തുകാണ്ട് ഇഡ്ഡലി ചെമ്പിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലിട്ട് പഴം പുഴുങ്ങണക്കാട്ടി നല്ലതാണ് കേട്ടോ ഇഡ്ഡലി ചെമ്പിൽ മുകളിൽ വെച്ചിട്ട് പുഴുങ്ങണത്. പിന്നെ വെള്ളത്തിലിട്ട് പുഴുങ്ങണ സമയത്ത് കുറച്ച് ഉപ്പിട്ടുകാണ്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ കഴിക്കാനൊരു രുചി ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പിടാനൊന്നും പറ്റില്ല കേട്ടോ, എന്നാലും നന്നായി കിട്ടും. ഇതുപോലെ ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളത്തിന് അംശമൊന്നും ഉണ്ടാവില്ല. നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ പഴമൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്നും കണ്ട് ആവി ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് എടുക്കുമ്പോൾ കൈയൊക്കെ പൊള്ളി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തോലിയൊക്കെ ഒന്ന് കളഞ്ഞാണ്ട് ഇനി പാത്രത്തിൽ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഉടച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരാര്, അത് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടോ വേണമെങ്കിലും ഇത് ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇടിക്കണം അതുകൊണ്ട് തന്നെ എടുത്തുങ്ങാണ്ട് ഒന്നും കണ്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ ഇടയിലുള്ള ആ കറുപ്പ് കളറൊക്കെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. പറ്റണതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ടൊന്നുമില്ല, എടുത്തിടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്കിത് ഉരുട്ടിയെടുക്കുന്ന സമയത്തൊക്കെ നല്ല ഉഷാറായിട്ട് എല്ലാവരും വൃത്തിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നല്ല പൊടിയായിട്ട് തന്നെ കണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കൈ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ട് ഉടച്ചു കൊടുക്കട്ടോ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിങ്ങാണ്ട് കുറച്ച് നെയ്യ് വെച്ചിങ്ങാണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇതിലേക്കുള്ള തേങ്ങ എടുത്തിട്ടുള്ളൂ, കുറച്ച് മാത്രമേ തേങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് അധികം മധുരം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒക്കെ മധുരം ഉള്ളതാണെങ്കിൽ അങ്ങനെ കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരമൊക്കെ കുറച്ചിട്ടിട്ട് ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ തീരെ മധുരം ഇടുന്നില്ല എന്ന് വിചാരിച്ച് പിന്നെ ഒരല്പം ഇതിലേക്ക് തേങ്ങയ്ക്കുള്ള ഒരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഇത് കഴിക്കാൻ. മുന്തിരി ഒന്നും ഇവിടെ ഇഷ്ടമല്ല കേട്ടോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതൊക്കെ കഴിക്കണ സമയത്ത് എടുത്തിടാനും തുപ്പിടാനൊക്കെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്തിരി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അണ്ടിപ്പരിപ്പ് കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ കഷ്ണം മുറിച്ച് കണ്ട് അത് ഇട്ട് കൊടുത്താണ്. അപ്പോൾ നെയ്യിൽ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് റെഡിയാക്കി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ ഒന്നും ഇങ്ങോട്ട് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് അതൊന്ന് റെഡിയാക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറുള്ള ഒരേ പരിപാടി ഉണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ചിരങ്ങ താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ചോറ് ചില ദിവസം മാത്രം ഇട്ട് ചോറ് വെക്കലുള്ളൂ. അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ചോറും കൂടി വെക്കലുണ്ട്. അപ്പോൾ നമുക്ക് പത്തിരും കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മടുപ്പാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഭയങ്കര മടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തിരൊന്നും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് തന്നെ ഇല്ല കേട്ടോ. ആകെ നോമ്പായിട്ട് 4 ദിവസമാണ് പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ പഴം ഒന്നിങ്ങനെ കയ്യിലിട്ടുകാണ്ട് ഒന്നുകൊണ്ട് ഉരുട്ടിയെടുത്തുകാണ്ട് ഇതാ അതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് എണ്ണയിലിട്ട് പൊരിക്കണില്ല. ഞാൻ വിചാരിച്ച് ഇതുപോലെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആവിയിൽ ഇത് വേവിച്ച സാധനമല്ലേ, പിന്നെ അതുപോലെ തേങ്ങ ഒന്ന് വാർത്തെടുത്താണല്ലോ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഴിക്കാൻ ഒന്നും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നിങ്ങനെ പാനിൽ വെച്ചിങ്ങാണ്ട് ഒന്നും കണ്ട് എല്ലാ ഭാഗവും ഒന്നും കണ്ട് ഫ്രൈ ആക്കി എടുക്കാം, ജസ്റ്റ് ഒന്നും കണ്ട് ആക്കിയെടുക്കാം വിചാരിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട്. അപ്പോൾ അത് ആ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു എണ്ണ ഒന്നും തടവി കൊടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടി നല്ല ചാറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും ഇല്ലാത്ത കാരണം തന്നെ പെട്ടെന്ന് തന്നെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലിട്ട് വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് എടുത്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് നല്ല ലൂസായിക്കൊണ്ടിരിക്കും. പിന്നെ മോൾക്കാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വീഡിയോയിലോളം കാണിക്കണം കേട്ടോ. അത് ഫോണൊന്നും എടുത്തൊക്കെ പിടിച്ചെടുക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കയ്യൊക്കെ ഒന്ന് ഇങ്ങനെ പൊക്കി കാണിക്കാൻ ലൈക്ക് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു കൊടുത്താണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ നമ്മളിത് ആ പാൻ വെച്ച് കൊടുത്തുങ്ങാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിക്കതാ ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ആകുമ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ എണ്ണയിലൊക്കെ മുക്കി പൊരിച്ചെടുക്കുന്ന സമൂസയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴിച്ച് അപ്പോൾ എന്നൊന്നും പറ്റില്ല. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇക്കാക്ക് നല്ല ഇഷ്ടമായിക്കണം. കാരണം പഞ്ചസാര കുറച്ചിന്ന്, പിന്നെ പഴമല്ല, പഴം നല്ല സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴം എന്ന് പറഞ്ഞാൽ നല്ല വേവേറി ഉപ്പേറിയിട്ടുള്ള പഴം അതുപോലെ നല്ല വേവേറിയിട്ടുള്ള പഴമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല പാടാണ്. നല്ല പഴുപ്പ് കയറാത്ത പഴം ഉണ്ടല്ലോ, അത് നല്ല ആവിയിലും കണ്ട് പുഴുങ്ങിയെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അടിപൊളിയായിട്ട് തന്നെ മുന്നേക്കായ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഒന്നും ഇങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാതെ എണ്ണൻ്റെ ചിലവൊന്നുമില്ലാതെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടത്തിലൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പാലും ഓട്സും കൂടി അടുപ്പത്ത് വെച്ചെടുത്തിന്ന് അത് ഇതാ പൊങ്ങി ഇങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിമൊക്കെ ഇന്ന് ശ്രദ്ധ. അപ്പോൾ ഒച്ച കേട്ടപ്പോൾ പെട്ടെന്ന് അതൊന്ന് തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്യാസിൻ്റെ ആ തിരിക്കണതൊക്കെ പെട്ടെന്ന് തിരിച്ചിട്ടൊക്കെ അതൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഴക്കമുണ്ടല്ലോ. പിന്നെ ഇതാ നമ്മളെ ഉന്നക്കായ അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാനൊരു ചുരുക്കിനും വേണ്ടിയിട്ട് ഇതുപോലെ പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊരു കരിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. കരിഞ്ഞതൊന്നുമല്ല, നല്ല കുറച്ചൊരു കളർ വ്യത്യാസം വന്നതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ ഒരേ പണിയാണല്ലോ, ഒരു പണിക്ക് തന്നെ നമ്മൾ നിൽക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സംഭവങ്ങളും ഓരോ പാളിട്ട് പറ്റും കേട്ടോ. പ്രത്യേകിച്ച് നേരം വൈകി അടുക്കളയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീരണം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യും, അങ്ങനെയാണ് കേട്ടോ പണിയെടുക്കൽ. പിന്നെ ഇതാ നമ്മളെ പൂള അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബീഫും അല്ല ചിക്കനും, ബീഫ് എന്നിട്ടാ പറഞ്ഞത്, ചിക്കനും പൂളയും കൂടി. അപ്പോൾ പൂളതാ ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൂള കേട്ടോ, നല്ല പൊടിയുള്ള പൂളയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പൂള എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നൊന്നും അറിയില്ല, ഓരോരുത്തർക്കും ഒരേ ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ ഈ പൂളൊന്നും കണ്ട് ഉടച്ചെടുക്കുമ്പോൾ അതുകൊണ്ട് സെറ്റായി കിട്ടും. പിന്നെ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ട് ടൈറ്റായിട്ടുണ്ട് വരും കേട്ടോ. അപ്പോൾ അത് പൂളൊക്കെ ഒന്നും കണ്ട് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൽ ചിക്കൻ ഉണ്ട് കേട്ടോ, കുറച്ച് തന്നെ ചിക്കനുള്ളൂ. അപ്പോൾ നമ്മൾ അതും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് ചൂടോട് കൂടിയിട്ട് അതും കുറച്ചുകൊണ്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നോമ്പറക്കണ സമയത്ത് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 കിലോ പൂള ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെക്കണ സമയത്ത് തന്നെ വെള്ളം പാകാക്കി വെക്കണം. അതുപോലെ വേവില്ലാത്ത ചിക്കനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ വേവുള്ള ചിക്കനായ കാരണം ഒരു 3-4 വിസിലൊക്കെ ഉണ്ട് അടുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ പൂളൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒന്നും വേറെ കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് കിടക്കുന്ന സമയത്ത് നമ്മൾ തന്നെയാട്ടോ കഴിച്ചത്, വേറെ ഒന്നും ആവശ്യമില്ല. എന്തൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ പിന്നെ കുട്ടികൾ കുറച്ച് ചോറിന്ന് വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ പൂതിയുള്ള പലവരുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്കിന്ന് തണ്ണിമത്തൻ കിട്ടിയിട്ടുള്ളത് ഇതുവരെ കിട്ടാത്തൊരു ഐറ്റംസാണ് കേട്ടോ. മുകൾ വശം മഞ്ഞ കളറും ഉൾവശം ചുവപ്പും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മഞ്ഞ തണ്ണിമത്തൻ ഇങ്ങനെ കാണുന്നുണ്ട്, അതൊന്ന് കൊണ്ടുവരണം, നമുക്ക് കണ്ടിട്ടില്ല ഇതുവരെ, കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. മഞ്ഞ കളർ ഉണ്ടല്ലോ അത് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. അപ്പോൾ മഞ്ഞ കൊടുന്നിരിക്കണത് പക്ഷേ ഉള്ള ചുവപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ കാര്യം, ഉള്ള ചുവപ്പാണല്ലോ, ഉള്ള മഞ്ഞുള്ളതാണ് കൊണ്ടുവരാൻ പറഞ്ഞതെന്നൊക്കെ പറയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇത് മഞ്ഞാന്ന് പറഞ്ഞപ്പോൾ ഇത് എടുത്ത് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറവിൻ്റെ സമയമൊക്കെ ആയപ്പോൾ ഇതിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിയും ഓറഞ്ച് ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ അപ്പോൾ ഇത് ബാങ്കൊക്കെ കൊടുത്തിട്ട് വരെ കൈക്കലൊക്കെ തുടങ്ങി ഇങ്ങനെ ഇട്ടാ. അപ്പോൾ പൂളൊക്കെ എടുത്ത് വെച്ചിക്കണ്. പിന്നെ നമ്മൾ ഓട്സും പാലും കൂടിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ തന്നെ ഇട്ടാൽ നമ്മൾ നോമ്പ് തുറക്ക്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോക്കൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല സുഖവും സന്തോഷവും ഉള്ള നല്ല സമാധാനത്തോടെ കൂടിയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ. അതുപോലെ മാറാരോഗങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ എന്ന് നമ്മളെന്നും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ നമ്മളെയും ഉൾപ്പെടുത്തണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.